അലോപ്പതിയിലെ MD ഒക്കെ ഉള്ള ഡോക്ടറായിരുന്നു. അതിനിടയ്ക്ക് അയാൾ ബുക്ക് ട്രാൻസ്ലേഷനായിരുന്നു ജീവിത വരുമാനത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരുന്നത്, ചികിത്സ നിർത്തിയിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ബുക്കിൽ കള്ളൻസ് മെട്രമെഡിക്ക എന്നുള്ളൊരു ബുക്കിൽ പറയുന്നുണ്ടായിരുന്നു അന്ന് മലേറിയ വ്യാപകമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മലേറിയൊക്കെ ആൾക്കാർ സിങ്കോണ എന്ന് പറഞ്ഞൊരു മരത്തിൻ്റെ തോല് അതിൻ്റെ കുത്തിപ്പിഴിഞ്ഞ് അതിൻ്റെ ചാറ് കഴിക്കുമ്പം ഈ മലേറിയ കുറയുന്നതായിട്ട് കണ്ടു. അപ്പോൾ വ്യാപകമായിട്ട് അത് ഉപയോഗിക്കുന്നുണ്ടായി. അപ്പോൾ ആ ബുക്കിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ ആ സിങ്കോണ ചെടീൻ്റെ അതിലുള്ള കയ്പ് രസമാണ് ആ മലേറിയ കുറയ്ക്കാൻ കാരണം. പക്ഷെ ഇയാൾക്കത് ഒരു സംശയം തോന്നി, ഇത് ആവണമില്ലല്ലോ. അപ്പം അത് പരീക്ഷിക്കാനായിട്ട് അയാൾ കുറേ ദിവസം 30ഓളം ദിവസം ഈ ചാറ് വെറുതെ കഴിച്ചു. ഇയാൾക്ക് രോഗമില്ല. പക്ഷെ അത്ര ദിവസം കഴിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആ മലേറിയ പോലെയുള്ള സിംറ്റംസ് ഇയാൾക്ക് വരാൻ തുടങ്ങി, ലക്ഷണങ്ങൾ, മലേറിയൻ്റെ വിറയലും പനിയൊക്കെ. അപ്പം അന്ന് അയാൾ മനസ്സിലാക്കി ഈ രോഗം ഉണ്ടാക്കാനുള്ള കഴിവ്, അതാണ് ഈ രോഗം ക്യൂർ ചെയ്യാനും സമത്തിനെ സുഖപ്പെടുത്തുന്നുള്ള ആ ഒരു പ്രിൻസിപ്പളിലാണ്. പിന്നെ ഒരുപാട് സാധനങ്ങൾ അയാൾ സെൽഫായിട്ട് കുറേ ദിവസം കഴിക്കും, അതിൻ്റെ സിംറ്റംസ് ഒക്കെ രേഖപ്പെടുത്തും. പിന്നെ അത് സയൻറ്റിഫിക് ആയിട്ട് കുറേ ഗ്രൂപ്പ് ആളുകളിൽ ട്രയൽ ഗ്രൂപ്പ് കൊടുക്കാത്തവരും കൊടുത്ത മരുന്ന് കഴിച്ചവരും അവരെ സിംറ്റംസ് രേഖപ്പെടുത്തി പ്ലാസിബോ കൊടുത്ത് അങ്ങനെയാണ് ഈ സിസ്റ്റം ഡെവലപ്പ് ചെയ്തത് ഇന്നത്തെ രീതിയിലേക്ക് ആയത്. ഇന്ന് ഒട്ടുമിക്ക എല്ലാ പഞ്ചായത്തുകളിലും ഈ ഡിസ്പെൻസറി ഉണ്ട്. നമ്മൾ അധികം പറഞ്ഞു നീട്ടുന്നില്ല, എന്തായാലും ഇവർക്ക് പോകാൻ വൈകുന്നുണ്ട്. ലോക ഹോമിയോപ്പതി ദിനത്തിന് എല്ലാ ആശംസകളും. കൂടി കട്ടി